ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാറിലുള്ള എല്ലപ്പെട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പം അന്ന് ഞാനിതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ അല്ല, ചുമ്മാ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മറ്റേ അല്ല സിംഹവാലം കുരങ്ങ്. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ 2 വട്ടമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ വട്ടം നമ്മൾ വന്നത് ഇതൊരു മെയിൻ റോഡിൽ നിന്ന് ഒരു ഇച്ചിരി അകന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മൾ കാടിനുള്ളിലൊരു പ്രോപ്പർട്ടിയാണിത്. ഫസ്റ്റ് ടൈം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നു തന്നെയാണ് വന്നത് കേട്ടോ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ജീപ്പിലാണ് വന്നിരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വൈൽഡ് ഷെർപ്പാസ് എന്നാണ്. എല്ലപ്പെട്ടിയാണ്, മൂന്നാറിലുള്ള എല്ലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെയാണ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ടൈം വലിയ മഴയുള്ള ടൈം അല്ലായിരുന്നു. ആ ഒരു ടൈമാണെങ്കിൽ നമുക്ക് മഞ്ഞൊക്കെ മൂടി നല്ലൊരു ഇതാണ്. എപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഈ വെയിൽ നമ്മൾ ഉച്ചയായപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഏകദേശം ഒരു മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അതിനുശേഷം നല്ലൊരു മൂടൽമഞ്ഞും ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് ഒരു ട്രാവൽ വ്ലോഗ് വീഡിയോ ആയിട്ട് ഒരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ അല്ല. മെമ്മറിക്ക് വേണ്ടി എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. പിന്നെ നമ്മൾ വെളുപ്പിനെ നമുക്ക് ഒരു 5 മണിയാകുമ്പം ഒരു ട്രെക്കിംഗ് ഉണ്ട്. ആ ഒരു ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് കാണുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരു മലയുടെ മണ്ടയിലാണ് ഇത് നമ്മൾ സൺറൈസ് കാണാനായിട്ടാണ് പോയിരുന്നത് കേട്ടോ. വെളുപ്പിനെ 5 മണിയാകുമ്പോഴാണ് നമ്മൾ അതിനായിട്ട് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മല കയറി നന്നായിട്ട് മടുത്തായിരുന്നു. ഫസ്റ്റ് ഓർത്തു പോവണ്ടെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പോയില്ലായിരുന്നു, നല്ല നഷ്ടമായേനെ. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രക്കിംഗ് മിസ് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ വെളുപ്പിനെ 5 മണിക്ക് പോയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ സൺറൈസൊക്കെ കണ്ടു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് കേട്ടോ. അവിടെ എന്തോ ഉണ്ട്. മറ്റേ അല്ല സിംഹവാലം കുരങ്ങ്. അരപ്പട്ടിയാണോ? ട്രക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ഗൈഡ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരു ആളാണ് കേട്ടോ. ബോബ് എന്നാന്ന് തോന്നുന്നു പേര് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം നല്ല ഒരു പ്രോപ്പർ ഗൈഡൻസും ഒക്കെ ഇവിടെ തരുന്നതായിരിക്കും കേട്ടോ. എല്ലാ സ്ഥലത്തെക്കുറിച്ചും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെജും നോൺ വെജും ഒക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കേട്ടോ. ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. ഞാനൊരു വ്ലോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുള്ള ഒരു വീഡിയോ അല്ല.
അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ അവിടെ വൈൽഡ് ഷപ്പാസിൽ നിന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ വട്ടവടയിൽ പോയി കേട്ടോ. നേരെ അവിടെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് പോയത് കേട്ടോ. അപ്പം നമ്മളവിടെ പോയിട്ട് സ്ട്രോബെറി വാങ്ങി, അതുപോലെ തന്നെ ജാം, സ്ട്രോബെറിയുടെ ജാം വാങ്ങിയിരുന്നു. ഇതാണ് കേട്ടോ, ഇതിലെല്ലാം സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ എന്തോ ഒരു പരിപാടിയോ പള്ളിയിലൊക്കെ എന്തോ ഒരു പരിപാടി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതുവഴി അത് പോകുന്നുണ്ട്, ഒരു റാലി പോലെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ല വെയിൽ ടൈമിലാണ് നമ്മൾ പോയത്, നല്ല വേനലുള്ള സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. സ്ട്രോബെറിയാണ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ബാക്ക് ടു കൊച്ചി. ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണെന്ന് എനിക്കറിയാം. അധികമൊന്നും വ്ളോഗായിട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ അല്ല. എന്നാലും എൻ്റെ ഗാലറിയിൽ ഇത് കിടക്കുന്നത് കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഞാൻ എപ്പോഴേലും ഇനിയും പോകുമ്പോൾ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇച്ചിരി കൂടെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല മഞ്ഞും ഒക്കെയുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.